ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണേ. അപ്പാടെ നാളെ ബെറ്റാ ഇന്ന് കേക്ക് മുറിക്കാന്ന് വിരാട്ടിന്. യെസ് ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പൊതിയാനൊക്കെ ഗിഫ്റ്റിനെ പൊതിയും, എന്നിട്ട് ഓരോ സ്ഥലത്ത് ഉറപ്പിച്ച് വെച്ച് നേതാ അപ്പയുടെ കസച്ചിൻ്റെ അരമാലയുടെ അകത്ത് വെക്കും. അതെൻ്റെ ഇത് ഗ്യാബിയുടെ ഐഡിയാസ് ഒക്കെയാണ്. ആക്ച്വലി നാളെ ഞങ്ങളുടെ അപ്പാടെ ബർത്ത്ഡേ ആണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. ഗ്യാബിയുടെ ഫേവറേറ്റ് പേഴ്സൺ ആരാ? ഗ്യാബി ഏറ്റവും ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാ ഗ്യാബി? ഈ ലോകത്തിൽ ഗ്യാബിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? ഓക്കെ, അപ്പോൾ ഗ്യാബിയുടെ റഫയുടെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ അപ്പയാണ്. അപ്പോൾ നാളെ അവരുടെ അപ്പൻ്റെ ബർത്ത്ഡേ ആണ്. നാളെ അപ്പൻ്റെ ബർത്ത്ഡേക്ക് ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് ഗ്യാബിക്ക്. ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഗ്യാബി എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം? കാരണം ഗ്യാബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പനും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗ്യാബിയെയാണ്. അപ്പോൾ ഈ അപ്പൻ്റെ ഇഷ്ടങ്ങളെല്ലാം അറിയുന്നൊരു മോളാണ് ഗ്യാബി. അപ്പോൾ ഗ്യാബി എന്തൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കണം അപ്പയ്ക്ക്? അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് ഗ്യാബി ഇപ്പോൾ പറഞ്ഞുതരും. എന്തൊക്കെയാണ് ഗ്യാബി അപ്പന് ഇഷ്ടം? ജുബ്ബ ഇഷ്ടം അപ്പയ്ക്ക്. ഓരോ ജുബ്ബ ഇട്ടപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. കളച്ച് വെള്ള ജുബ്ബയാണ്. ഗ്യാബി, നമ്മുടെ പ്ലാൻ എന്തൊക്കെയാ? ഇന്ന് നമ്മൾ രാത്രി എങ്ങനെയായിരിക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ ഉറങ്ങലും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഉറങ്ങത്തില്ല, ഞാൻ അമ്മ ബുക്ക് സ്കൂളിൽ പങ്കിടാണ്. ചുമ്മാതെ ഞങ്ങൾക്ക് ഉറങ്ങിയില്ലല്ലോ, ഞാൻ ഉറങ്ങിയില്ല, ഞാൻ സത്തായിട്ട് ഞാൻ ഉറങ്ങിയില്ല. പള്ളി. അപ്പോൾ ഗ്യാബി അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി നമുക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഗ്യാബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സർപ്രൈസുകൾ കൊടുക്കുന്നത്, ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുന്നതൊക്കെ. എനിക്കില്ലേ കേക്ക് മുറിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കേക്ക് തിന്നുമ്പോൾ ടേസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം കൊതിയാവുന്നു ഗായ്സ്. അപ്പോൾ ഗ്യാബി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഭയങ്കര ഈ കാര്യത്തിലൊക്കെ ഭയങ്കര മച്ചുവേർഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ കുഞ്ഞിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ കേക്ക് മുറിക്കുകയോ ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പറ്റിയ സാഹചര്യങ്ങളും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അറിവ് വച്ചു, അല്ലെങ്കിൽ ഞാൻ ജോലിക്കാരിയായി എപ്പോൾ തൊട്ടേ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, ഞാൻ വന്ന് കയറിയ വീട്ടിൽ പപ്പ, അമ്മ, അച്ഛൻ, എൻ്റെ മക്കൾ, അവരുടെയൊക്കെ ബർത്ത്ഡേ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം, എനിക്ക് കിട്ടാത്തതെല്ലാം അവർക്ക് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹം. അമ്മയുടെ ബർത്ത്ഡേ ആയില്ല, അമ്മയുടെ ബർത്ത്ഡേക്ക് ഇനി കുറേ ദിവസങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഭയങ്കര പ്ലാനിങ്ങിലാണ്. എല്ലാ വർഷത്തെ മോളുടെ ബർത്ത്ഡേ എത്തും, ജൂലൈ 3 മോളുടെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 600 സബ്സ്ക്രൈബേഴ്സ് ആകാൻ ഞാൻ പറയട്ടെ 600 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ച് ആൾക്കാരെ കൂടി വേണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാബി കളിക്കുന്ന, പിന്നെ എനിക്ക് ഡാൻസ് തന്നെ. പിന്നെ ഞാൻ നല്ലപോലെ ഡാൻസ് കളിച്ചങ്ങ് പോയി. പിന്നെ ഞാൻ ഒന്നും ഇത് പറയുന്നില്ല. ഇന്ന് എങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്? എല്ലാവരും ഇന്ന് എങ്ങനെയാ ബർത്ത്ഡേ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളും കൂടെ കൂടണേ എൻ്റെ അപ്പയുടെ ബർത്ത്ഡേക്ക്.